കേരളത്തിന്റെ തീരപ്രദേശത്ത് ഈ കടൽ ഭിത്തി ശരിയായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് മഴക്കാലത്തും അല്ലാത്ത സമയത്തുമെല്ലാം കടലടിച്ചു കയറി പല സ്ഥലങ്ങളിലും ആളുകൾ ദുരിതത്തിലാണ്. വലിയ വാർത്തകളും അതിന്റെ പരാധീനതകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിന് ആരെയെ കുറ്റം പറയുക? ഇതൊക്കെ നന്നാക്കുന്നതിന് ഫണ്ട് വേണ്ടേ? കേരളത്തിൽ ഈ തീരത്ത് ഇത്രയും പ്രദേശത്ത് ശക്തമായ ഒരു കടൽ ഭിത്തി ഉണ്ടാക്കി പുലിമുട്ടുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു ഫണ്ട് വേണം. പക്ഷെ സർക്കാരിന്റെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള ഫണ്ട് ഇല്ല എന്നുള്ളതാണ് അതിന്റെ എടുത്തു പറയാവുന്ന ഒരു വസ്തുത. ഇപ്പൊ ചെല്ലാനത്ത് തന്നെ 17 കിലോമീറ്റർ കടൽ ഭിത്തിക്ക് വേണ്ടി 10 കിലോമീറ്ററിന്റെ ഫണ്ട് വകയിരുത്തിയെങ്കിലും അത് 7.3 കിലോമീറ്റർ ആയപ്പോഴേക്കും ഫണ്ട് തീർന്നു. ബാക്കിയുള്ള പണി അവിടെ നടക്കുന്നില്ല. അതാണ് ഈ കണ്ണമാലി CMS ഭാഗത്തും ഒക്കെ ഫോർട്ട് കൊച്ചിയുടെ സൗദി ഭാഗത്തൊക്കെ കാണുന്ന പ്രശ്നങ്ങൾ അതാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചിത്രം അതാണ്. പക്ഷെ നമുക്ക് ഈ കേരളിന് ഫണ്ടുണ്ട്, സിൽവർ ലൈൻ അതിന് ഫണ്ടുണ്ട്, പിന്നെ തീരദേശ ഹൈവേ അതിന് ഫണ്ടുണ്ട്. ഈ തീരദേശ ഹൈവേക്ക് 6500 കോടി രൂപയാണ് കിഫ്ബി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ 6500 കോടി രൂപ 14 മീറ്റർ വീതിയിലുള്ള റോഡ്, അത് തിരുവനന്തപുരത്തെ പൊഴിയൂർ തൊട്ട് കാസർഗോട്ടെ കുഞ്ഞത്തൂർ വരെയുള്ള സ്ഥലത്തേക്ക് നല്ല വിസ്തൃതമായി തീരത്തുകൂടി പോകാനുള്ള ഒരു റോഡാണ്. ഈ റോഡ് തീരത്തുകൂടി പോകുമ്പോൾ ഈ തീരത്ത് കടൽ ഭിത്തി സംരക്ഷണം ഇല്ലെങ്കിൽ ഈ റോഡ് അധികം വൈകാതെ ഒഴുകി പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്തു വന്നാലും കടൽ ഭിത്തി ഉണ്ടാക്കി ആ തീരം ഉറപ്പാക്കിയാൽ മാത്രമാണ് തീരദേശ ഹൈവേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഹൈവേ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ തീരദേശ ഹൈവേ ഉണ്ടാക്കണമെങ്കിൽ തീരവുമായി ബന്ധപ്പെട്ട് വേണം പോകാൻ. അപ്പൊ അതിന് 6500 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ മറ്റൊരു പദ്ധതി സിൽവർ ലൈൻ, കേരയിൽ, അതിന് നമുക്ക് വലിയ തുക നമ്മുടെ കയ്യിലുണ്ട്. അതിന് നമുക്ക് 66,079 കോടി രൂപയാണ് ആകെ ചെലവ് വരുന്നത്. കാരണം 523 കിലോമീറ്റർ ഉണ്ടല്ലോ. ഈ 523 കിലോമീറ്റർ വരുന്ന സിൽവർ ലൈനിന് വേണ്ടി 66,079 രൂപ നമ്മൾ നേരിട്ടെടുക്കുകയല്ല കേട്ടോ. അതിൽ തന്നെ 34,454 കോടി രൂപ വായ്പയാണ്. പിന്നെ ഒരു 7,720 രൂപ സെൻട്രൽ ഗവൺമെന്റ് തരും. ബാക്കി ഒരു 8,656 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കും. അങ്ങനെ നമുക്ക് സിൽവർ ലൈനിനും കേരളിനും ഫണ്ട് നമ്മുടെ അടുത്തുണ്ട്. അതിപ്പോൾ അതിന്റെ നടപടി ഭാവി കാലത്താണെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇവിടെ ചോദിക്കുന്നത്, സിൽവർ ലൈനിന് ഫണ്ടുണ്ട്, തീരദേശ ഹൈവേക്ക് ഫണ്ടുണ്ട്, പക്ഷേ ഈ തീരം സംരക്ഷിക്കാതെ എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് കൊണ്ടുപോവുക? ഇവിടെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, നിങ്ങൾ ആദ്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരം ശക്തിയായി സംരക്ഷിക്കുക. ഈ തീരത്ത് നേരത്തെ ചെല്ലാനത്ത് ഇതിന്റെ ഒരു നല്ല കാര്യം അവിടെ ചെയ്തിരുന്നു. കുറെ നാൾ ആളുകൾ കഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ ചെയ്തപ്പോൾ 10 ഹോട്ട്സ്പോട്ട് ഉണ്ടെന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ 10 ഹോട്ട്സ്പോട്ടിന് വേണ്ടി അതിന്റെ ഭാഗമായി ചെല്ലാനം, ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള സ്ഥലത്തേക്ക് 344 കോടി രൂപ അന്ന് വകയിരുത്തിയിരുന്നു. അത് 17 കിലോമീറ്റർ ആണ്. പക്ഷെ ആ 17 കിലോമീറ്ററിലാകെ 7.3 കിലോമീറ്റർ ചെയ്തപ്പോഴേക്കും ആ പണം തീർന്നുപോയി. ബാക്കിയുള്ള പണം ഇപ്പോഴും ആയിട്ടില്ല. പക്ഷെ അപ്പോഴും നമുക്ക് സിൽവർ ലൈനിന് പണമുണ്ട്, നമ്മുടെ തീരദേശ ഹൈവേക്കും പണമുണ്ട്. അന്ന് ചെല്ലാനത്തെ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് 53,000 കോടി രൂപ തീരം സംരക്ഷിക്കാൻ വേണ്ടി വരും, അത് തയ്യാറാണെന്നാണ്. അങ്ങനെയാണ് 10 ഹോട്ട്സ്പോട്ട് തയ്യാറാക്കിയത്. അപ്പൊ നമുക്ക് ഈ 10 ഹോട്ട്സ്പോട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് തീരം സംരക്ഷിക്കണം. അതിനൊക്കെ പുറമെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ തീരം ശക്തിയായിട്ട് അങ്ങോട്ട് സംരക്ഷിച്ചാൽ അത് നമ്മുടെ ഒരു രാജ്യാന്തര അതിർത്തി കൂടിയാണല്ലോ. അപ്പൊ ആ തീരം സംരക്ഷിച്ചാൽ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് തീരദേശ ഹൈവേ ഉണ്ടാക്കാം, സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കാം, മറ്റു ബേകൾ ഉണ്ടാക്കാം, അങ്ങനെ ടൂറിസം പദ്ധതികൾ ഉണ്ടാകും. അപ്പൊ ഏറ്റവും അടിയന്തരമായി ഇപ്പൊ കേരളം ചെയ്യാനുള്ളത് തീരത്ത് തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി, കാരണം തീരം സംരക്ഷിക്കാത്തത് കൊണ്ട് തീരവാസികൾക്ക് മാത്രമൊന്നുമല്ല ബുദ്ധിമുട്ട്. തീരം ഇങ്ങോട്ട് കയറി കയറി ഇപ്പൊ നിങ്ങൾ ഫോർട്ട് കൊച്ചി പോയി നോക്കിയാൽ അവിടെ സൗദി പള്ളിയൊക്കെ ഇരിക്കുന്നത് പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ അപ്പുറത്ത് കടലിനോട് അടുത്തായിരുന്നു, പിന്നെയാണ് അത് ഇവിടെ എത്തിയത്. അപ്പൊ തീരം സംരക്ഷിച്ചില്ലെങ്കിൽ മൊത്തം ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീരം സംരക്ഷിക്കാനുള്ള ഫണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക ആദ്യം. അതിനുശേഷം തീരദേശ ഹൈവേ നമുക്ക് പോകാം, നല്ല സ്പീഡിൽ പോകാം. പക്ഷെ ആ തീരദേശ ഹൈവേ ഈ തീരത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കടൽ ഭിത്തിയോട് ചേർന്ന്, ശക്തിയായ കടൽ ഭിത്തി ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ഹൈവേ അറ്റം വരെ പോയാൽ ഹൈവേയും സംരക്ഷിക്കപ്പെടും, കടൽ ഭിത്തി കൊണ്ട് ആ പ്രദേശത്തെ ആളുകളും സംരക്ഷിക്കപ്പെടും, അതുവഴി നമ്മുടെ നാട് തന്നെ സംരക്ഷിക്കപ്പെടും. അത്തരമൊരു പദ്ധതിയെപ്പറ്റി ആലോചിക്കാനും അതിനെപ്പറ്റി പറയാനും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥന.